കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ വലിയ കാര്യമായിട്ടുള്ള വികാരമുണ്ടാക്കിയൊരു വിഷയം എന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവേ ധരിക്കുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വിചാരിക്കുന്നൊരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷേ അത് വലിയ തോതിലുള്ളൊരു ഭരണവിരുദ്ധ വികാരമായി മാറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ വോട്ടെടുപ്പ് നോക്കിയാൽ അത്തരത്തിലുള്ളൊരു വലിയ വികാരം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്ത്രി ജയിലിലായതിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തെ പിടിച്ച് വെറുതെ ജയിലിലടച്ചതാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് ക്രൂശിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന പല യൂട്യൂബേഴ്സും ഒക്കെ തന്നെ. എനിക്ക് അവരോടാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇതിനെ ആദ്യമുണ്ടായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ഇതിപ്പോൾ ചെടുക്കാനുള്ളൊരു കാരണം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ്. കാരണം ഇത് ഏറ്റവും ആദ്യം തീർച്ചയായിട്ടും CPM ഒരു തിരിച്ചടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അവരുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും പത്തനംതിട്ടയിലെ നേതാവുമായിട്ടുള്ള പത്മകുമാറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായിട്ടുള്ള പത്മകുമാർ, അദ്ദേഹം 36-ാമത്തെ വയസ്സിൽ MLA ഒരാളാണ് CPM-ൽ നിന്ന്. പിന്നീട് അദ്ദേഹം നമുക്കെല്ലാം അറിയാം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോയി. അതിൽ നിന്ന് CPM നടപടിയെടുത്തില്ല. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റി നിർത്തിയില്ല. CPM-ൻ്റെ നിലപാട് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. CPM-ൻ്റെ നേതാക്കളൊക്കെ തന്നെ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഭരണപരമായ വീഴ്ച മാത്രമാണോ ഉണ്ടായിരുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെ നടപടിയെടുക്കണം, അതല്ല അദ്ദേഹം ഈ കളവിന് കൂട്ടുനിന്നെങ്കിൽ അങ്ങനെ നടപടിയെടുക്കണം, അതുകൊണ്ട് കുറ്റപത്രം വരട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൽ ചെറിയ ന്യായമുണ്ട്. കാരണം അദ്ദേഹം ഒരു വീഴ്ച വന്നതാണോ ഒരു നോട്ടപ്പിശക് വന്നതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പിന്നീട് വാസു എന്ന് പറയുന്ന മുൻ അവിടെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ഗവൺമെൻറ് ഇതുപോലെ CPM ഗവൺമെൻറ് LDF ഗവൺമെൻറ് നിയമിച്ച ആളെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടൊക്കെ മാറിയ ഒരാളാണ്. അപ്പോൾ N വാസുവിനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ശങ്കർദാസ് എന്ന് പറയുന്ന ഇപ്പോൾ DIG ആയിട്ടുള്ള ഹരിശങ്കറിൻ്റെ പിതാവ്, അദ്ദേഹത്തെയും അദ്ദേഹം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. വലിയ അസുഖങ്ങളുണ്ടായിരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തെയും കോടതിയുടെ നിർബന്ധ ബുദ്ധി പ്രകാരം അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന പ്രവൃത്തികളുണ്ടായി. അപ്പോൾ ഇതിൽ മറ്റു പലർക്കുമൊക്കെ തന്നെ ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയത് മിക്കവർക്കും തന്നെ ജാമ്യം കിട്ടി, എല്ലാവർക്കും തന്നെ ജാമ്യം കിട്ടിയത് 90 ദിവസത്തെ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ്. ക്രിമിനൽ നിയമം അനുസരിച്ച് 90 ദിവസത്തിനും കുറ്റപത്രം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു ബെയിലിന് പ്രതി അർഹനാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യമാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ ശബരിമല തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല. കണ്ഠരര് രാജീവ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് 41-ാമത്തെ ദിവസം തെളിവിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്നൊക്കെ കണ്ടെത്തിയിട്ടാണ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. പക്ഷെ അതിന് എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വീണ്ടും ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ അദ്ദേഹം ഒരു തെളിവിൻ്റെ അംശമില്ലെന്നും എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലാഭം മുതലാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നിരവധി രാഷ്ട്രീയക്കാരും ചില യൂട്യൂബേഴ്സും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്ത്രിയെ വെറുതെ ഗവൺമെൻറ് കുടുക്കി എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ തന്ത്രിയെ കുടുക്കിയതിൻ്റെ പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പുണ്ടാവുകയാണെങ്കിൽ ആ വോട്ടുകൾ കൂടി കിട്ടും പിണറായി വിജയനെതിരെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ കരയുന്ന ആളുകളോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്, ഒന്ന് കൃത്യമായിട്ട് കേൾക്കണം. ഒന്നാമത്തെ ചോദ്യം, ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കുന്ന ചില യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഓൺലൈൻ ആളുകളൊക്കെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റേ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? കാരണം ഈ തന്ത്രി അറിയാതെ ഒരു കാരണവശാലും ഇത്ര വലിയ കൊള്ള നടക്കുമെന്നും അങ്ങനെ കൊള്ളയൊക്കെ നടന്നിട്ടും കളവൊക്കെ നടന്നിട്ടും അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തത്ര ഒരു സാധുവായിട്ടുള്ള മനുഷ്യരായിരുന്നു കണ്ഠരര് രാജീവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദ്യം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിട്ടുള്ള വേറൊരാളാണ് ഇവിടെ ലിങ്ക് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിൽ വരികയും ശോഭാ ജോണിൻ്റെ ഒരു കേസിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം ആ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം അദ്ദേഹം തന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ മാറേണ്ടി വന്നു. അതുകൂടാതെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗുപ്തന് ഇയാൾ വീണ്ടും തന്ത്രിയാകുന്നതിന് വേണ്ടി 1 കോടി രൂപ ഓഫർ ചെയ്തിരുന്നു കൈക്കൂലിയായി എന്നൊക്കെയുള്ള പ്രചരണം വന്നിരുന്നു. കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു വിജിലൻസിൻ്റെ IAS കാരനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ
ഈ തന്ത്രിയും അതുപോലെ മേൽശാന്തിയും കൂടി നടത്തിയിട്ടുള്ള അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരുന്നു. നെറ്റിയിൽ പണമൊട്ടിച്ചു കൊടുത്തിട്ട് വലിയ സമ്പന്നരായിട്ടുള്ള ഭക്തരുടെ കയ്യിൽ നിന്ന് ദക്ഷിണയായിട്ട് ലക്ഷങ്ങൾ കൈപ്പറ്റിയിരുന്നു. ആ പണി ഇപ്പം തന്നെ നിർത്തിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം നിങ്ങൾക്കെതിരെ FIR ഇടും എന്ന് പറഞ്ഞപ്പോൾ നിർത്തിയതാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നും പിന്നെ മറ്റൊരു ഭക്തനായിട്ടുള്ള ആൾ അവിടുത്തെ ഒരു സംഘടനയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് മധു മണിമല എന്നുകൊണ്ടാണ്, അദ്ദേഹം തന്നെ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൗർബല്യങ്ങളുടെ കുരുക്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്തിയതാണെന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴെല്ലാം ഇദ്ദേഹത്തെക്കുറിച്ച് മോശപ്പെട്ട വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ഇദ്ദേഹം അറിയാതെ ഒരു പണിയും നടക്കില്ല. ഇദ്ദേഹമാണ് അതിൻ്റെ കിംഗ്പിൻ, ഇദ്ദേഹമാണ് ഈ കളവിനൊക്കെ വളരെ കൃത്യമായി തന്ത്രപരമായി കൂടെ നിന്നിട്ടുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ നിന്നിട്ടുള്ള ഒരാളെക്കുറിച്ച് ഭക്തരുടെയൊക്കെ വികാരം ഉണർത്താൻ വേണ്ടി തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന കോൺഗ്രസിലെ ചില നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും അതുപോലെ മറ്റു പാർട്ടികളുടെ ആളുകളും, മറ്റു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP ആണ്. BJP നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരിത്തരം അവസരങ്ങളൊക്കെ സുവർണാവസരമായി കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. അവർ കഴിഞ്ഞ തവണ തന്നെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർ എതിരഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ എതിരഭിപ്രായം പറഞ്ഞില്ല. പകരം കോൺഗ്രസ് ഇപ്പോഴാണ് ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഇത്ര വേവലാതിയും ദുഃഖവുമൊക്കെ ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ അറിയേണ്ടത്, ഒരു വ്യാജ മാലമോഷണവുമായി ബന്ധപ്പെട്ട് ഒരു ദളിത് സ്ത്രീയെ പിടിച്ച് ഒരു പോലീസ് സ്റ്റേഷനിലിരുത്തി അങ്ങേയറ്റം അപഹസിച്ച് അപമാനിച്ചു വിട്ടപ്പോൾ ഏതെങ്കിലും പ്രതിപക്ഷം ഇതുപോലെ ഉറഞ്ഞു തുള്ളിയിരുന്നോ, കൃത്യമായിട്ട് ചോദിച്ചിരുന്നോ എന്നുള്ളത് ചോദിക്കണം. ഒരു ഗവൺമെൻറ്റിനെതിരെ എടുക്കാനുള്ള ഒരു വടിയാണ്. പക്ഷേ അതുകൂടാതെ ഞാൻ പറയുന്നത്, വാളയാറിലെ പെൺകുട്ടികൾ 9 വയസ്സ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ടതിന് ശേഷം അതിൽ ഈ പറഞ്ഞ പോലെ 9 വയസ്സുള്ള ഏറ്റവും ചെറിയ പെൺകുട്ടി വിരലിൽ ഈ പറഞ്ഞ പോലെ അതായത് തള്ളവിരലിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ കഴുത്തേലേക്ക് കുടുക്കിട്ട് സ്വയം മരിക്കുകയാണ് ചെയ്തത് എന്ന് CBI എഴുതി വെച്ചേക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഇവർക്കാർക്കെങ്കിലും വേവലാതി ഉണ്ടായിരുന്നു? ഇത് പോട്ടെ, ഞാൻ ഇത് വിട്ടു. നിങ്ങൾ അറിയേണ്ടത് അടുത്തത്, കടക്കാവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടി, അതായത് ഒരു സ്ത്രീ, 45 വയസ്സുള്ള ഒരു സ്ത്രീ, അവരുടെ 4 മക്കളിൽ രണ്ടാമനായിട്ടുള്ള 14 വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടൊരു പോക്സോ കേസിൽ എന്തെയ്തുള്ള ഒരു അമ്മ ജയിലിൽ പോയിട്ട് അവരേതാണ്ട് 27 ദിവസത്തോളം ജയിലിൽ കിടന്നല്ലോ. പ്രതിപക്ഷം എവിടെയായിരുന്നു? ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ ഇവരൊന്നും ജയിലിൽ കിടക്കുമ്പോൾ യാതൊരുവിധ പരാതിയോ വേദനയോ ഒന്നും ഇവർക്കാർക്കുമില്ല. പകരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന തന്ത്രി പോയി ജയിലിൽ കിടന്നു. അപ്പോൾ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹം ഇരുട്ടുമുറിയിലാണ് കിടന്നത്, വല്ലാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കുറേ ആളുകൾ. പിന്നെ അടുത്ത വാചകം കിട്ടിയാൽ ചിരിച്ചുപോയി, കാരണം അദ്ദേഹം പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിന് ചികിത്സ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ചികിത്സിപ്പിക്കാൻ കഴിയുന്നില്ല, വലിയ ബുദ്ധിമുട്ടിലാണെന്നാണ്. കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചോളം വേണമെങ്കിൽ ഡോക്ടർക്ക് ഒരു ദിവസത്തെ കാശ് കൊടുത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ പോരെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞുവിട്ട് മരുന്ന് മേടിപ്പിച്ചാൽ പോരെ. ഓൾറെഡി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. ഒരു ജില്ലയിൽ മാത്രം പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സ മുടങ്ങും എന്നൊക്കെ പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബാലിശമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ സാധാരണക്കാരനും ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത ഒരു ആനുകൂല്യവും കിട്ടാൻ തന്ത്രിയും അർഹരല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, തന്ത്രി അങ്ങനെ അർഹനാണെന്ന് വിചാരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ അയ്യപ്പ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പ്രതിപക്ഷത്തോടും ഈ പറയുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ അയ്യപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ അയ്യപ്പൻ പെർമിറ്റ് ചെയ്യാതെ നമുക്കാർക്ക് ചലിക്കാനോ അനങ്ങാനോ പോലും കഴിയില്ലല്ലോ. അപ്പോൾ അയ്യപ്പ സ്വാമി കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും തെറ്റുപറ്റിയതുകൊണ്ടായിരിക്കില്ലേ 41 ദിവസം പോയി ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്? ഈ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറ്റു പല ആളുകളോടും അവിടെ പണിയെടുക്കുന്ന ആളുകളോടും കമ്മീഷൻ ചോദിച്ചിരുന്നു എന്നുള്ളതടക്കം, ശില്പി മഹേഷ് എന്ന ആളുകളടക്കം ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതടക്കമുള്ള നിരവധി കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടും നിങ്ങൾ ഈ കണ്ണുപൊത്തി കളിക്കുന്നത് 2 കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, ഇത്തരത്തിൽ തുല്യരായി എല്ലാവരെയും കാണാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടിയായിരിക്കും ഫലമെന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ഈ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ പറഞ്ഞ അടിമകളായി
ഈ ബ്രാഹ്മണനായതുകൊണ്ടും അദ്ദേഹം അവിടെ പോയി കിടന്നതുകൊണ്ടും വേദനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണം. നിങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത് ഏറ്റെടുക്കണം. രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് ഈ പറഞ്ഞ തേയിലത്തോട്ടത്തിൽ ഈ പറഞ്ഞ ഇല നുള്ളാൻ പോകുന്ന ആളുകളെ, അല്ലെങ്കിൽ തോട്ടത്തിൽ കൃഷിപ്പണിക്ക് പോകുന്ന ആളുകളെ പുലി പിടിക്കുന്ന കാര്യവും ആന ചവിട്ടിക്കൊല്ലുന്ന കാര്യവും നിങ്ങൾ ഏറ്റെടുക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഈ പറഞ്ഞ ഭക്തിയുടെ കമ്പോളമുണ്ട് ഇവിടെ എന്നുള്ളത് കൊണ്ട് അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുകയും തന്ത്രി ജയിലിൽ കിടന്നതിനെ കുറിച്ച് മാത്രം കരയുകയും ചെയ്യുന്നവരോട് എനിക്ക് കഷ്ടം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ താൽക്കാലികമായ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ വരാനിരിക്കുന്ന വലിയ നേട്ടം വർഗീയ ശക്തികൾക്കാണ് എന്നുള്ളത് നിങ്ങൾ ചെവിയിൽ നുള്ളി കേട്ടോളണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.